വിജ്ഞാപനത്തിനു മുമ്പ് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പകുതി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ് പദയാത്രയും തുടങ്ങിക്കഴിഞ്ഞു. ബി.ജെ.പിയുടെ പദയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഭരണം നിലനിർത്തുമെന്നുമുള്ള പ്രതീക്ഷയിൽ ആണ് CPIM മുന്നോട്ടു പോകുന്നത്. വി അരുൺ ആണ് ഇപ്പോൾ ചേരുന്നത്. അരുൺ, സാധാരണ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച്, അതിപ്പോൾ കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, ഈ കോർപ്പറേഷനുകൾ പിടിക്കുക എന്നതിന് മറ്റൊരു തലത്തിലേക്ക് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം പോലെയൊക്കെയുള്ള ഒന്നാക്കി മാറ്റുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഇത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. സാധാരണ നമുക്കറിയാം വിജ്ഞാപനം ഇറങ്ങി നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും 4-5 പേരൊക്കെയാണ് ഒരു വാർഡിലേക്കൊക്കെ മത്സരിക്കാനുള്ള പട്ടികയിൽ ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, പേരടക്കം ഒന്നിലേക്ക് എത്തുന്നു. മറുഭാഗത്ത് BJPയും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ കാണുന്നു. അങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയാണോ ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കാൻ പോകുന്നത്? അഭിലാഷ്, തലസ്ഥാന നഗരസഭയുടെ കാര്യമെടുത്താൽ കഴിഞ്ഞ 3 തവണയായി അത് CPM-ന്റെയും 2010 കോൺഗ്രസ് മികച്ച പ്രകടനം നടത്തിയത്. പിന്നീട് 15ഉം 20ഉം ഒക്കെ കോൺഗ്രസ് പിന്തള്ളപ്പെട്ടു പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ആദ്യമൊക്കെ ഒരു പ്രതീതി ഉണ്ടായിരുന്നത് നേരിട്ടുള്ള പോരാട്ടം, ഇടതുമുന്നണിയും അതുപോലെ BJPയുമായുള്ള നേരിട്ടുള്ള പോരാട്ടമായി ഇത് മാറുമെന്നൊരു സൂചനകളാണ് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. LDF 2010 51 സീറ്റ് പിടിക്കുമ്പോൾ UDF-ന് 42ഉം NDAക്ക് 6 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. 15 ആകുമ്പോൾ അത് LDF 43-ആയി കുറഞ്ഞു. UDF 42-ൽ നേർപകുതിയായി 21-ആയി കുറയുകയായിരുന്നു. NDA അവിടെ 35 സീറ്റിലേക്ക് എത്തുകയും ചെയ്തു. 2020 ആകുമ്പോൾ വീണ്ടും ചിത്രം മാറി. LDF 9 സീറ്റ് കൂടി കൂടുതൽ 52ലേക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് LDF തിരുവനന്തപുരം നഗരസഭ മാറി. UDF ആകട്ടെ 21-ൽ നിന്ന് നേർപകുതിയായി 10-ആയി കുറഞ്ഞു. അതായത് 42 ആകുന്നു, അത് 21 ആകുന്നു, അത് വീണ്ടും പകുതിയായി 10-ആയി UDF-ഉം കുറഞ്ഞു. 2020-ലെ സ്ഥിതിയാണത്. BJP ആകട്ടെ 35 സീറ്റ് നിലനിർത്തുകയും ചെയ്തു. അതിനുശേഷം ഒരു സിറ്റിംഗ് വാർഡ് അവർക്ക് അവസാനം മാസങ്ങൾക്ക് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴും LDF BJP ഒരു പോരാട്ടം തന്നെയാകും നഗരസഭ ഉണ്ടാകുമെന്നായിരുന്നു പൊതുവിലുണ്ടായിരുന്ന ഒരു പ്രതീതി. പക്ഷേ കോൺഗ്രസ് സമീപകാല ചരിത്രത്തിൽ ആദ്യമായി എന്ന് വേണമെങ്കിൽ പറയാം ശക്തമായ ഒരു പോരാട്ടം, ഇവിടെ ത്രികോണ പോരാട്ടം തന്നെ ഉണ്ടാകുമെന്ന സൂചനകൾ നൽകിക്കൊണ്ട് BJP കോൺഗ്രസിന്റെ 48 സ്ഥാനാർത്ഥികളെ ഞായറാഴ്ച പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും കോൺഗ്രസിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഭാര്യയും ഭർത്താവും വരെ പരസ്പരം മത്സരിക്കുന്ന തരത്തിലൊക്കെ കോൺഗ്രസിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഉണ്ടായത് അങ്ങനെയല്ല. കോൺഗ്രസ് കാര്യമായ അപശബ്ദങ്ങൾ, ചിലയിടത്തൊക്കെ തർക്കങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും കാര്യമായ അപശബ്ദങ്ങളില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, പട്ടികയും വളരെ മികച്ച പട്ടികയാണ്. യുവാക്കൾക്ക് 24 വയസ്സുള്ള ഒരു KSU നേതാവിന് ഉൾപ്പെടെ ഇന്നലെ അവരുടെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥനാണ്. ശബരിനാഥൻ പറഞ്ഞതുപോലെ 24 വയസ്സുള്ള ആൾ മുതൽ ആശാ വർക്കർമാർ മുതൽ ടെക്കികൾ വരെ, ആശാ വർക്കർമാർ മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപിക വരെ ആ രീതിയിലുള്ള എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള നല്ലൊരു പട്ടിക, പുതുമുഖങ്ങൾക്ക് യുവനേതാക്കൾക്ക് അവസരം കൊടുത്തുകൊണ്ടുള്ള ഒരു പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കുക. അതോടുകൂടി തന്നെ ഇവിടെ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഇന്നലെ നിയമമണ്ഡലത്തിൽ നിന്ന് K. മുരളീധരൻ, അദ്ദേഹത്തിന്റെ നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലം കൂടിയാണ്. കടന്നുപോകും. കോർപ്പറേഷൻ ഭരണം നിലനിർത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു മേൽക്കൈയുണ്ട്. BJP ആകട്ടെ ഇത്തവണ ഭരണം പിടിക്കുമെന്ന് ഉറപ്പിക്കുന്നു. തുടക്കത്തിൽ നമുക്കറിയാമല്ലോ, ഒരു അംഗങ്ങളുടെ ബലം കൂട്ടുക എന്നതായിരിക്കാം കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ശബരിനാഥനെ പോലെയൊക്കെയുള്ള ആളുകളെ കളത്തിലേക്ക് ഇറക്കുമ്പോൾ അതല്ല, മറിച്ച് ഭരണത്തിലേറുക എന്നത് തന്നെയാണ് ലക്ഷ്യം. ഭരണ തുടർച്ചയാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഭരണം പിടിക്കുക എന്നതാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ട ലൈനിലേക്ക്, പിക്ചറിലേക്ക് എത്തുന്നുണ്ടോ തിരുവനന്തപുരം? തീർച്ചയായിട്ടും നമുക്ക് ഒരുപക്ഷെ കോൺഗ്രസിന്റെ UDF-ന്റെ ആഗ്രഹവും അവകാശവാദവും ഒക്കെ കുറച്ച് കടന്നതല്ലേ എന്ന് ചിന്ത വരാം. കാരണം 10 സീറ്റിൽ നിന്ന് വേണം അവർക്ക് 51ലേക്ക് എത്തേണ്ട. 5 ഇരട്ടിയിലധികം സീറ്റുകൾ നേടിയാൽ മാത്രമേ തലസ്ഥാന നഗരഭരണം പിടിക്കാൻ കോൺഗ്രസിനാകൂ. പക്ഷേ അവർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ശബരിനാഥനെ പോലെ
തലസ്ഥാനത്ത് അറിയപ്പെടുന്ന 2 തവണ MLA ആയ ഒരാളെ നഗരസഭയിലേക്ക്, അതിലും വലിയ വിവാദങ്ങളുമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു MLA ആണോ പിന്നീട് നഗരസഭ പിടിക്കാൻ കൊണ്ടുവരുന്ന തർക്കമൊക്കെ ഉണ്ട്. ഏതായാലും അങ്ങനെ ഒരാൾ ഇറക്കുന്നതോടുകൂടി പട്ടികയിലെ പക്ഷേ ശബരിനാഥന്റെ മാത്രം ഒരു മേന്മ കൊണ്ടാകില്ല, പട്ടികയിലെ ഒരു ഫ്രഷ്നെസ്, ആ പട്ടികയിലെ ഒരു നേരത്തെയൊക്കെ CPM സ്വീകരിക്കുന്ന ഒരു തന്ത്രം, പരമാവധി യുവാക്കളെ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അടക്കം അവതരിപ്പിച്ച CPM, ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവതരിപ്പിച്ച CPM, അങ്ങനെയൊക്കെ CPM എടുക്കുന്ന ഒരു ലൈനിലേക്ക് ഇത്തവണ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെ എത്തി എന്നുള്ളത് വസ്തുതയാണ്. മുട്ടടയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ ജഗതി വാർഡിൽ, വഴുതക്കാട് വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെ അങ്ങനെ പല യുവമുഖങ്ങളെയും, അത് രാഷ്ട്രീയമായി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വളരെ യുവാക്കളായ ഒരു വലിയൊരു നിര കോൺഗ്രസ് ഇത്തവണ രംഗത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഭരണം സ്വപ്നം കാണുകയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പാണ് UDFന്റെ എന്ന് പറയാവുന്ന ഒരു മേയർ തലസ്ഥാനത്തുണ്ടായത്. MB പത്മനാഭനായിരുന്നു. അദ്ദേഹം CPMന്റെ നേതാവായിരുന്നു. പിന്നെ CMPയിലേക്ക് പോകുമ്പോൾ UDFനൊപ്പമായി അങ്ങനെ ഭരണം പിടിക്കുന്ന അവസ്ഥയായിരുന്നു. 5 വർഷത്തിലേക്ക് കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമായ ശേഷം, മേയർ കാലാവധി 5 വർഷമായ ശേഷം ഒരിക്കൽ പോലും UDFനോ കോൺഗ്രസിനോ ഇവിടെ ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ വർഷവും മേയർ തെരഞ്ഞെടുപ്പായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അവിടെ അന്നാണ് MB പത്മനാഭൻ അവസാനമായി മേയറായത്. പിന്നീട് ഇങ്ങോട്ട് കോൺഗ്രസിന് സ്വപ്നം കാണാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. ഏതായാലും ഇപ്പോൾ അത്തരം സ്വപ്നങ്ങൾ കൂടി കോൺഗ്രസ് കാണുകയാണ്. പട്ടികയിലെ ഒരു മേന്മ തന്നെയാണ് അവർക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നത്. കെ മുരളീധരന്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. മറുഭാഗത്ത് BJP ഒട്ടും പിന്നിലാവുമെന്ന് അവർ കരുതുന്നില്ല. അവർ വലിയ പ്രശ്നങ്ങളുണ്ട്. തിരുമല കൌൺസിലായ അനിലിന്റെ മരണമടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ആത്മഹത്യ ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന നേതാവ് MS കുമാർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു വിജയസാധ്യത വാർഡുകൾക്ക് വേണ്ടിയുള്ള മുൻനിര ആളുകളുടെ തർക്കമൊക്കെ ഉണ്ട്. എങ്കിൽ പോലും BJP വലിയ പ്രതീക്ഷ തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ പദയാത്ര, അദ്ദേഹവും നിയമമണ്ഡലത്തിലും വി മുരളീധരൻ കഴക്കൂട്ടം മണ്ഡലത്തിലും ഷീലേഖ അടക്കമുള്ളവർ, DGP കൂടിയായിരുന്ന ഷീലേഖ അടക്കമുള്ളവർ, അങ്ങനെ പ്രധാന സുരേഷ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അങ്ങനെ ഓരോ മണ്ഡലത്തിലേക്കും നേതാക്കളെ വിട്ട് മണ്ഡല പദയാത്ര ഇന്ന് ആരംഭിക്കുകയാണ് BJPയും. അവരും ശക്തമായ അവകാശവാദവുമായി പ്രതീക്ഷയുമായി രംഗത്തുണ്ട്. മറുഭാഗത്ത് ഇടതുമുന്നണിയാകട്ടെ ഒരു തരത്തിലും ഇത്തവണ ഭയപ്പെടാനില്ല. കഴിഞ്ഞ തവണയൊക്കെ ഇടതുമുന്നണി ശരിക്കും ഭയന്നിരുന്നു ഭരണം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷേ അന്ന് അതുണ്ടായില്ല. വളരെ മികച്ച വിജയം ഇടതുമുന്നണിക്ക് നേടാനായി. ഇപ്പോഴും ഡസൻ കണക്കിന് അവാർഡുകളാണ് ഇടതുമുന്നണി വിവാദങ്ങൾക്ക് അപ്പുറത്തേക്ക് സഭയിൽ പ്രവർത്തനം നേടിയത്. അതൊക്കെ എടുത്തുകാട്ടി അവർ പ്രചരണ സജീവമാണ്. സർക്കാരിന്റെ ക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ വലിയ പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ സ്ഥാനാർത്ഥി പട്ടിക സാധാരണഗതി നേരത്തെ ആകേണ്ടതാണ്. പക്ഷേ ഇതുവരെ ആയിട്ട് 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുമെന്നാണ് ഇടതുകെ അല്പസമയം മുമ്പ് വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നവംബർ 5 CPM സംസ്ഥാന സഭ നൽകിയ ഒരു ഡെഡ് ലൈൻ. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളെ അവർ പ്രഖ്യാപിച്ചേക്കും. ഏതായാലും അവർക്കും മറ്റ് ആശങ്കകളൊന്നുമില്ല. കോൺഗ്രസ് ഇത്രയധികം ഒരു പട്ടിക വയ്ക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രകടനം മെച്ചപ്പെടുമെന്ന് അവരും പ്രതീക്ഷിക്കുന്നു. അത് ഗുണം ചെയ്യും. കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികൾ വന്നാൽ BJPയിലേക്ക് പോകേണ്ട ഒരു ഭാഗം വോട്ടുകൾ കോൺഗ്രസിലേക്ക് നിൽക്കുകയും അത് ഇടത് സ്ഥാനാർത്ഥികൾക്ക് മൊത്തത്തിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുമുള്ളത്. അവരും വൈകാതെ പ്രചരണ പരിപാടികൾ ആരംഭിക്കും. ഒരു ഐഡിയ ബോക്സ് സ്ഥാപിച്ചാണ് ഇടതുമുന്നണി പ്രചരണത്തിലേക്ക് ഇറങ്ങി. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തലസ്ഥാന നഗരം എങ്ങനെയാകണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശിക്കാം. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുമ്പായി എല്ലാ വാർഡുകളിലും ഒരു ഐഡിയ ബോക്സ് വെച്ച് അതിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി ചേർത്ത് തലസ്ഥാന വികസനത്തിന്റെ വേണ്ടിയുള്ള പ്രകടന പത്രിക തയ്യാറാക്കാൻ ഇടതുമുന്നണിയുടെ തീരുമാനം. BJP പദയാത്രയുടെ ലക്ഷ്യമിടുന്നതും പ്രകടന പത്രികയിലേക്കുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ്. അങ്ങനെ കുറച്ചുകൂടി ഇന്നോവേറ്റീവായി മാറുന്ന കാലത്തിനനുസരിച്ച് മുന്നണികൾ മാറുന്നു. ശക്തമായ അതിലൊരു പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സീനിയർ നേതാക്കൾ പലപ്പോഴും രാഷ്ട്രീയത്തിൽ സീനിയോറിറ്റി എന്നത് പ്രായം കൊണ്ട് മാത്രമല്ല, അവർ അലങ്കരിച്ച പദവികൾ കൊണ്ടുകൂടിയാണ് എടുത്തു പറയുക. ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്തിലൊക്കെ മത്സരിച്ച ശേഷം അവർ പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. അതിൽ നിന്ന് MLA ആകുന്ന സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ പിന്നീട് മന്ത്രിയാകാം, MP ആകാം, കേന്ദ്രമന്ത്രിയാകാം. അങ്ങനെയൊക്കെയുള്ള പല പശ്ചാത്തലങ്ങൾ ഉണ്ട്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള